അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് DPSPയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഈ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP ആണ് മെയിൻസിന് ചോദിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ DPSP പറഞ്ഞു, അതുപോലെ തന്നെ ഇനി അടുത്ത വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് ഇൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് 42nd അമെൻമെന്റ് വഴി കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തതാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇവിടെ നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർത്തിരിക്കുക, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് കോറിലേറ്റീവ് ആൻഡ് ഇൻസെപ്പറബിൾ. അതായത് നമ്മളൊരു റൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഡ്യൂട്ടി. റൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഒരു ഡ്യൂട്ടിയും ഉണ്ട് എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ഈ ബേസിക് ഫിലോസഫി, പൊളിറ്റിക്കൽ ഫിലോസഫി പറഞ്ഞത്. എനിക്ക് റൈറ്റ് ഉണ്ട്, ഐ ആം എൻജോയിങ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഹാവ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് അതർ സ്പീച്ച്. വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു ഡ്യൂട്ടിയും കൂടെ ആർക്കുണ്ട്? എനിക്കുണ്ട്. ദിസ് ഇസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇവിടെ നോക്കിയത് 1976 കൊണ്ടുവന്നത്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ആർട്ടിക്കിളേ ഉള്ളൂ. പാർട്ട് 4A പറയുന്നത്. 4 നമുക്ക് ഏതായിരുന്നു? DPSP ആയിരുന്നു. 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഇതെടുത്തിരിക്കുന്നത് USSRലും അതുപോലെ തന്നെ ഇപ്പം ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ, വേറെ അവിടെ ഇത് കാണുന്നില്ല. പഴയ USSR, അതായത് റഷ്യക്ക് മുന്നേ ഉണ്ടായിരുന്ന സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മളിതിനെ അഡോപ്റ്റും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, സ്വരൻ സിംഗ് കമ്മിറ്റി. അതായത് ഇപ്പോൾ ഇതൊരു 1976, അതായത് നാഷണൽ എമർജൻസിയുടെ സമയത്താണ് ഇത് കൊണ്ടുവരുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 1976 ഇത് കൊണ്ടുവരുന്നതിന് മുമ്പേ ഒരു പാനലിനെ ക്രിയേറ്റ് ചെയ്ത്, സ്വരൻ സിംഗ് പാനൽ എന്ന് പറയുന്ന സ്വരൻ സിംഗ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തു. കമ്മിറ്റിയാണ് പറയുന്നത്, കമ്മിറ്റി പറഞ്ഞിരുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മിറ്റി റെക്കമെൻഡഡ് ദി ഇൻക്ലൂഷൻ ഓഫ് സെപ്പറേറ്റ് ചാപ്റ്റർ ഓൺ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണം? ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ആസ്പെക്ട് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ the 42nd Constitutional Amendment Act 1976 added new part, namely part 4A of the Constitution. This new part consists only of one article, that is 51A. നമ്മൾ നേരത്തെ പറഞ്ഞ 51Aയും 4Aയും കൊണ്ടുവന്നു 42nd Amendment Actൽ. ഇതിനകത്ത് ഓർത്തിരിക്കുക, ഇവർ പറഞ്ഞ സ്വരൻ സിംഗ് പാനൽ വേണമെന്ന് മാത്രമല്ല പറഞ്ഞത്, അവിടെ എന്ത് പറഞ്ഞു? 8 ഡ്യൂട്ടി ആണ് സെപ്പറേറ്റ്ലി കൊണ്ടുവരണം എന്ന് സ്വരൻ സിംഗ് പാനൽ പറഞ്ഞിരുന്നത്. 8 ഡ്യൂട്ടി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എത്ര കൊണ്ടുവന്നു? 10 ഡ്യൂട്ടി കൊണ്ടുവന്നു. പക്ഷേ എന്ത് ചെയ്തില്ല? ആ 10 ഡ്യൂട്ടിയിലും 2 ആഡ് ചെയ്തില്ല. പെനാൽറ്റി ഫോർ വയലേഷനും അതുപോലെ തന്നെ ഡ്യൂട്ടി ടു പേ ടാക്സും. 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇതൊരു ജുഡീഷ്യലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള പാർട്ട് ആയിരിക്കണം എന്നാണ് സ്വരൻ സിംഗ് പാനൽ പറഞ്ഞത്. ഇന്ദിരാഗാന്ധി എന്തായിട്ടില്ലായിരുന്നു? അത്ര അതോറിറ്റേറിയൻ ഒന്നും ആയില്ല എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വരൻ സിംഗ് പാനൽ പറഞ്ഞ പേ വയലേഷൻ, പെനാൽറ്റി അല്ലെങ്കിൽ അതിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന പരിപാടിയൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡ്യൂട്ടി ടു പേ ടാക്സ് അടയ്ക്കാനുള്ള ഒരു ഡ്യൂട്ടി ആയിട്ടും എന്ത് ചെയ്തിട്ടില്ല? ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ അടിയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓർത്തിരിക്കുക ഈ ഡിഫറൻസുകൾ, സ്വരൻ സിംഗ് പറഞ്ഞതുമായിട്ടുള്ള ഡിഫറൻസുകൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന ഐഡിയ ഇതാണ്. അതായത് ഇതൊക്കെയാണ് ഡ്യൂട്ടീസ്. ഒന്ന്, ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നാഷണൽ ആന്തം അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് ഓഫ് നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഫ്രീഡത്തിന്റെ നാഷണൽ സ്ട്രഗിൾ, ഇന്ത്യൻ ഫ്രീഡം അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എന്ത് ചെയ്യുക? കൊണ്ടുനടക്കുക. അതായത് നമ്മൾ ഉപസത്യാഗ്രഹത്തിന് പോയി കഷ്ടപ്പെട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നതെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. നമ്മുടെ ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. അതായത് കൺട്രിയെ എന്ത് ചെയ്യുക? ഡിഫെൻഡ് ചെയ്യുക. ഏതൊക്കെ സമയം? ഫോർ എക്സാമ്പിൾ ഒരു യുദ്ധം വരുന്നു എന്ന് വിചാരിക്കുക. യുദ്ധത്തിന് കുറച്ച് ആളുകൾ വേണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി റെഡി ടു ഗോ ടു ദ വാർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. ഈ പഠിക്കുന്ന സാധനങ്ങൾ കാണാതെ പഠിക്കണ്ട, 1-2 വട്ടം വായിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. എന്ത് ചെയ്യുക? എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കുക. റിച്ച് ഹെറിറ്റേജ്, ഇന്ത്യൻ ഹെറിറ്റേജിനെ പ്രൊട്ടക്ട് ചെയ്യുക.
ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെന്റ്. നമ്മൾ DPSPയിലും 48A പറഞ്ഞു, അത് തന്നെ എവിടെയും വരുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ പ്രോപ്പർ ആക്കുക. സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജോർവ് വയലൻസ്. പബ്ലിക് പ്രോപ്പർട്ടീനെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, KSRTC ബസ്സിൽ പേരൊന്നും എഴുതി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ്. നിങ്ങളെ കൊണ്ട് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ റൈറ്റ്സ് പറഞ്ഞപ്പോഴും ലിബർട്ടി ഓഫ് ആൻ ഇൻഡിവിജ്വലിനെ കുറിച്ച് പറഞ്ഞു, ദാറ്റ് ഈസ് ടു റീച്ച് ഹിസ് ഓർ ഹർ ഫുൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞായിരുന്നു. അത് തന്നെ എവിടെയും പറയുന്നത് സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ്. ആൻഡ് ഫൈനലി ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി, അതായത് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി പേരൻസിന് ഉണ്ട് എന്ന് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് 11 ഉള്ളത്, 10 ആദ്യം ആഡ് ചെയ്തതും ഏറ്റവും അവസാനം ആഡ് ചെയ്തത് റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടിയാണ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയേ. സം ഓഫ് ദം ആർ മോറൽ ഡ്യൂട്ടീസ് വൈൽ അതേഴ്സ് ആർ സിവിക് ഡ്യൂട്ടീസ്. നമ്മൾ മാനസികമായിട്ട് ഇപ്പം ചെറിഷ് ദ നോബിൾ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്, അതാണ് ഒരു മോറൽ ഡ്യൂട്ടിയാണ്. നമ്മൾ ചെയ്താൽ മതി. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് വിശ്വസിക്കാനേ ആർക്ക് പറ്റുള്ളൂ, ഗവൺമെന്റിന് പറ്റുള്ളൂ. അത് ഇല്ല എന്ന് പറയാനൊന്നും ഗവൺമെന്റിന് പറ്റില്ല. അതുപോലെ തന്നെ ദേ റെഫർ ടു സച്ച് വാല്യൂസ് വിച്ച് ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ. ട്രഡീഷനിലുള്ള കുറേ സാധനമുണ്ട്, റിച്ച് ഹെറിറ്റേജ് പ്രാക്ടീസ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ കൺഫൈൻഡ് ടു സിറ്റിസൺസ്. ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ദീസ് ഡ്യൂട്ടീസ് ആർ ഓൺലി അവൈലബിൾ ടു സിറ്റിസൺസ്. അല്ലെങ്കിൽ സിറ്റിസൺസിന് മാത്രമേ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇത് ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇത് ഫോളോ ചെയ്യേണ്ട. ലൈക്ക് ദ DPSP, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഓൾസോ നോൺ ജസ്റ്റിഷ്യബിൾ. ഇത് എന്ത് ചെയ്യണ്ട, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എന്ത് ചെയ്യില്ല, നമുക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കോടതിക്ക് നമുക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, പോലീസിന് നമുക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. പക്ഷെ ഓർത്തിരിക്കുക, പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ്. പാർലമെന്റ് എന്ത് ചെയ്യാം, ഇതിന്റെ പേരിൽ ലോസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം പോലത്തുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെതിരെ വർക്ക് ചെയ്യുന്നവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, നാഷണൽ ഫ്ലാഗ് കോഡ് ഉണ്ട്. അതിനെ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, കേസെടുക്കാം. ദാറ്റ് ഈസ് ദ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് വിത്ത് റിലേറ്റഡ് ടു ദീസ് തിങ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡ്യൂട്ടീസിന്റെ കൂടെ എന്തുണ്ട്, നമുക്ക് എൻഫോഴ്സിബിലിറ്റി. ഡയറക്ട്ലി കോർട്ടിനോ പോലീസിനോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവിടെ ആർക്ക് എൻഫോഴ്സ് ചെയ്യാം, പാർലമെന്റ് ക്യാൻ മേക്ക് എ ലോസ് ഓൺ ഇറ്റ്. ഒരു ലോ ഉണ്ടാക്കിയിട്ട് അതിനെ എൻഫോഴ്സ് ചെയ്യാൻ ആർക്ക് പറ്റും, പാർലമെന്റിന് പറ്റും. ഇതിൻ്റെ ക്രിറ്റിസിസം, ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആണ്. ഈ ക്രിറ്റിസിസം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ പറയേണ്ട ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ക്രിറ്റിസിസം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൊണ്ടുവന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ അതോ ഇനി ലീഗലി എൻഫോഴ്സിബിൾ ആക്കണോ, ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ബേസ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ആ മോറൽ ആൻഡ് സിവിക് സെൻസ് ഉണ്ടാവണം. സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ സിവിക് സെൻസ് ഉണ്ടാവണം, അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. പക്ഷേ ഇത് ലീഗലി എൻഫോഴ്സിബിൾ ആക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുള്ളത് ലീഗലി എൻഫോഴ്സിബിൾ അല്ലാത്തതുകൊണ്ട് ഇത് മോശമാണ്, അല്ലെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് സച്ച് ആസ് ഡ്യൂട്ടി ടു പേ ടാക്സ്, ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്ന് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഓർത്തിരിക്കുക, ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. ലീഗലി എന്ത് ചെയ്യണ്ട, എൻഫോഴ്സിബിൾ ആക്കേണ്ട കാര്യമില്ല. ആദ്യം ആളുകളെ എന്ത് ചെയ്യണം, ഇത് വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു സൊസൈറ്റിയാണ്. ഇവിടെ ലീഗലി എൻഫോഴ്സിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കെതിരെ ഈ കേസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. അതൊരിക്കലും ഫീസിബിൾ അല്ല, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ ചില എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അതെന്താണ് ഈ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഡ്യൂട്ടി ടു പേ ടാക്സ്. ടാക്സ് അടയ്ക്കാനുള്ള ഡ്യൂട്ടി ഉണ്ട്. പല സമയത്ത് ടാക്സ് വയലേഷൻസ് നമ്മുടെ റിസോഴ്സിനെ പോലും ബാധിക്കാറുണ്ട്. അപ്പോൾ ഡ്യൂട്ടി ടു പേ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, അതൊക്കെ ഒരു സജഷൻസ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഓർത്തിരിക്കുക, ഇത് എന്ത് ചെയ്യേണ്ട, ലീഗലി എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യം ഇതിനില്ല. സോ ദീസ് ആർ ദ തിങ്സ് that is related to fundamental duties and DPSP. ഇത് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സിംഗിൾ സെഷനോടുകൂടി തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് പ്രിലിംസിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, മെയിൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഉണ്ടാവാം, ഡിപ്പെൻസ് ഓൺ ഡിസ്കഷൻസ്, കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. സോ താങ്ക് യു ഓൾ, സീ യു നെക്സ്റ്റ് ടൈം.